ഹലോ ഫ്രണ്ട്സ്, നിങ്ങളേവരും കാത്തിരിക്കുന്ന ചെമ്പനീർ പൂവിലെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മിയെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ ശരത്തിനെ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ആ വിവരം നമ്മുടെ ദേവു പറയുന്നുണ്ട്. ആ ദേവു പറഞ്ഞതിന് ശേഷം ദേവു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രേവതി ഭയങ്കര കരച്ചിലും അതുപോലെ സച്ചി പറയുന്നുണ്ട്, കരയണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, നീ പെട്ടെന്ന് ഒരുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയോട് പറഞ്ഞിട്ട് രേവതി ഒരുക്കുവാണ്. രേവതി ഒരുക്കി പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് രേവതി പറയുക, നമുക്ക് എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഇറങ്ങുവാണ്. രണ്ടുപേരും ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് SI പറയുന്നുണ്ട്, വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും വിടാൻ പറ്റത്തില്ല, നിങ്ങളുടെ അനിയനെ വിട്ടു തന്നാൽ മാത്രമേ വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി കാല് പിടിക്കുക, സാറേ എങ്ങനെയും വിട്ടു തന്നേ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ അനിയൻ്റെ ഭാവി, കാരണം അവന് എക്സാം എടുത്തിട്ടുണ്ട്, അവൻ്റെ BTechന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, കാരണം അവൻ അറിയാണ്ട് ചെയ്തത്, അവൻ്റെ ഒരു ചെറിയ ഒരു പിടിവാശിക്ക് ചെയ്തൊരു തെറ്റാണ്, അപ്പോൾ അതിന് നിങ്ങൾ വലിയ പെരുപ്പിച്ച് കാണരുത്, എങ്ങനെയും നിങ്ങൾ അവനെ ഒഴിവാക്കണം, അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നടക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അവനെന്നല്ല അമ്മേനെ വിടണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് നടക്കത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും പറയുന്നുണ്ട്, സാറേ അതായത് ശരത്ത് ചെയ്ത തെറ്റിന് എന്തിനാണ് അമ്മയെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്, സാറേ എങ്ങനെയൊന്ന് വിട്ടേ പറ്റുന്നു, ഞങ്ങൾ കിട്ടുന്നതനുസരിച്ച് ശരത്ത് എവിടെയാണ് പോയേക്കുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ശരത്ത് വരുന്നതിനനുസരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം, കോടതിയിൽ ഹാജരിക്കാൻ അല്ലെങ്കിൽ സ്റ്റേഷൻ തന്നെ കൊണ്ട് എത്തിച്ചേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവരുടെ ഒരു ഉറപ്പുമേൽ എന്നിട്ട് SI പറയുന്നുണ്ട്, ഒറ്റ ദിവസത്തേക്ക് മാത്രം ഞങ്ങൾ നിങ്ങൾക്കൊരു സാവകാശം തരും, ഇന്നിപ്പോൾ കൊണ്ടുപോക്കും, നിങ്ങളുടെ അമ്മേനെ കൊണ്ടുപോക്കുക, നാളെ ഈ സമയത്ത് എത്തിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയുക, പിടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ ജയിലിലടക്കി, പിന്നെ ശരത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് തിരിച്ച് കിട്ടത്തുള്ളൂ എന്ന് പറയുകയാണ്. ശരി സാറേ എന്ന് പറഞ്ഞ് അവിടുന്ന് അമ്മേനെ കൂട്ടിക്കൊണ്ടിറങ്ങണം. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സച്ചി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു വക്കീലിന് ഞാൻ നമ്പർ തരാം, ആ വക്കീലിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം, ആ വക്കീലിനെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വക്കീൽ നല്ല രീതിയിൽ ശരത്തിനെ പുറത്തിറക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള വഴി ഉറക്കി തരാം, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് പറയാം. അപ്പം ശരി അങ്ങനെ ചെയ്യാമെന്നുള്ള രീതി പറഞ്ഞ് സച്ചിയും രേവതി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോവുക, നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് പോകണം. വക്കീലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സാർ ഇന്ന പോലെയാണ്, ഞാനാണ് ശരത്തിൻ്റെ അളിയൻ, അതുപോലെ ഞാനാണ് ശരത്തിൻ്റെ പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക്, നിങ്ങളുടെ ആങ്ങളയ്ക്ക് എന്നത്തിൻ്റെ അസുഖമായിരുന്നു, നിങ്ങളുടെ ആങ്ങളെ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന്, ചെറുപ്പക്കാരനും പയ്യനല്ലേ, അവരെയും അവൻ്റെ ഭാവി തുലയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഏത് രീതിയിലാണ് ചെല്ലുന്നത് എന്ന രീതി പറയുക. ഉടനെ ഇതിൻ്റെ കേസിൻ്റെ ആഘാതം നിങ്ങൾക്ക് അറിയാവോ, ആ കേസ് എവിടെ എത്തും, ആ കേസ് അതിൻ്റെ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, സാർ അവൻ്റെ മേലെ കെട്ടിയേൽപ്പിച്ചൊരു കേസാണ്, അവൻ വേണം കെട്ടിയേൽപ്പിച്ചെന്നല്ല, അവൻ ആദ്യം ചെയ്യാത്തൊരു കുറ്റത്തിന് മേലെ അവനെ അതിൻ്റെ അകത്ത് കെട്ടിയേൽപ്പിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ പരിണത ഫലമായിട്ട് അതിൻ്റെ ബാലൻസായിട്ട് അവൻ ചെയ്തായിട്ടൊരു കാര്യമാണ്, അതായത് അവൻ ചെയ്യാത്തൊരു തെറ്റുണ്ടായിരുന്നു, അവൻ ചെയ്യാത്ത തെറ്റായിരുന്നു അവനെ കെട്ടിയേൽപ്പിച്ചത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവന് ആ വാശി കയറിയിട്ട് ചെയ്യാൻ തുടങ്ങിയ സാറേ. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ തന്നെ കാശാണ് കട്ടെടുത്തുകൊണ്ട് പോയത്, പക്ഷേ അത് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകും ഞാൻ ഓർത്തില്ല സാറേ, എങ്ങനെയല്ല അവനെ പുറത്തിറക്കിയേ പറ്റൂ, സാറിന് മാത്രമേ അതിന് സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നോക്കാം, നമുക്ക് ചെയ്യാം എന്ന് പറയുവാണ്. അപ്പം ഇതിന് തൻ്റെ അമ്മയാണല്ലേ ഇത് കേസ് കൊടുത്തേക്കെന്ന് പറഞ്ഞു, അത് എൻ്റെ അമ്മയാണ്, അപ്പം നിങ്ങളുടെ അമ്മയോട് തന്നെ സംസാരിക്കുക, പക്ഷെ അമ്മ ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ടും ഒരു കാരണവശാലും അത് കേസ് വേണ്ടാന്ന് വെക്കത്തില്ല, എങ്ങനെ പറഞ്ഞാലും കേസ് വേണമെന്ന് മുൻപോട്ട് പോകണമെന്ന് മാത്രമേ വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണെന്ന് നോക്കാം, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ചന്ദ്രമതിയോട് ഞാൻ സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയും. അപ്പം ചന്ദ്രമതിയോട് നോക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രമതി എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ വക്കീലിന്. അപ്പം പെട്ടെന്ന് തന്നെ സാറിനോട് സച്ചി പറയാം, അമ്മ ഇത്തിരി ദേഷ്യക്കാരിയാണ്, പക്ഷേ എങ്ങനെയും സാറത് സമ്മതിച്ച് അതിൽ നിന്ന് പിൻവലിപ്പിച്ചേ പറ്റുമോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് തന്നെ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കുന്ന വക്കീൽ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം നേരെ സച്ചിയും രേവതിയും കൂടി വീട്ടിൽ വരുവാണ്. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് സച്ചി പറയുവാണ്, അച്ഛ ഒരു കാര്യം ചെയ്യുക, അച്ഛൻ എങ്ങനെയും ഈ കേസിൽ നിന്ന് അമ്മേനെ പിൻവലിപ്പിക്കണം, എന്തേലും ചെയ്തേ പറ്റൂ, കാരണം കഴിഞ്ഞാൽ ശരത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്, കാരണം എങ്ങനെയും പിൻവലിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ ഭാവി പോകും, എങ്ങനെ അച്ഛനറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ വീട്ടിൽ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി അവനെ ആ കേസ് കെട്ടി ഏൽപ്പിച്ചപ്പോഴത്തേക്ക് അവൻ ആ വാശി മുഖേന ചെയ്താണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തോടോ ഒന്നിനും അവനൊരു പ്രശ്നവുമില്ല, അവൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത്, പക്ഷേ അത് അത്രമാത്രം അവനെ അടിക്കുകയും അവനെ ഇല്ലാതാക്കുകയും ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്.
പക്ഷേ ഇനിയിപ്പോൾ അവനെ ആവർത്തിക്കാതിരിക്കാൻ ചെയ്യാം. മാത്രമല്ല അവന് നമ്മുടെ കുടുംബത്തോട് ഓരോരുത്തരോടും നല്ല സ്നേഹമുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ചെയ്തേ പറ്റും, അവനെ പറഞ്ഞ് മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയുവാണ് ശരി, അല്ല ശരിയെന്നല്ല, രവീന്ദ്രൻ ഭയങ്കര രീതിയിൽ സൈലൻ്റാണ്, ഭയങ്കര രീതിയിൽ ഉടനെ രേവതി നിന്ന് കരയുവാണ്. അച്ഛാ എങ്ങനെയും ഈ പ്രാവശ്യം എങ്ങനെയും എൻ്റെ അനിയനെ ഒന്ന് രക്ഷപ്പെടുത്തണം, അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കണം, അല്ലാതെ യാതൊരു മാർഗ്ഗവുമില്ല, എങ്ങനെയും അച്ഛൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയുവാണ് നിങ്ങളിപ്പോൾ പോ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുവാണ്. അപ്പോൾ ഒരിക്കലും നടക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള മട്ടിലാണ് രവീന്ദ്രൻ്റെ പോക്കും കാര്യങ്ങളും. കാര്യം എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ പറയുന്നുണ്ട്, സോറി സച്ചിയാണ് പറഞ്ഞത്, സച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും അമ്മ കേൾക്കും, അതുകൊണ്ട് അച്ഛനൊന്ന് പറഞ്ഞു നോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനൊന്നും മിണ്ടാതെ അകത്ത് കയറി പോവാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സീനുണ്ട്, നമ്മുടെ സുധി വന്ന് പറയും അച്ഛ യാതൊരു കാരണവശാലും അച്ഛൻ പറഞ്ഞ് കേസൊന്നും മാറ്റരുത്, എങ്ങനെയും അവനെ പോലീസ് പിടിപ്പിച്ചേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ അത്രമാത്രം കുറ്റമാണ് നമ്മുടെ ഈ ശരത്ത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അമ്മയടുത്തൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ എങ്ങനെയും അവനെ പിടിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നീ ആരാടാ ചോദിക്കാൻ, നീ എന്തിനാടാ ഇതിനകത്ത് ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ സച്ചി ചോദിക്കുന്നുണ്ട്. ഉടനെ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, കാരണം കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം സച്ചി പറയുന്നുണ്ട് നീയും തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ 50 ലക്ഷം രൂപ അടുപ്പിച്ചൊക്കെ കട്ടുകൊണ്ട് പോയിട്ട് ഇവിടെ ആരുടെ കേസ് കൊടുത്ത്, അന്ന് കേസ് കൊടുക്കാൻ നീ ഇന്ന് ജയിലിൽ ഇറങ്ങത്തില്ലായിരുന്നു, ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു, ഒരിക്കൽ പോലും ഇറങ്ങത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങളെന്ന മനസാക്ഷി കാണിച്ചുകൊണ്ടാണ് ആ കാശിൻ്റെ കേസ് നിനക്കും ഇതുവരെയായിട്ടും നിൻ്റെ പേരിൽ വരാതിരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൻ മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന ബാമയുടെ വീടാണ്. ബാമയുടെ വീട് ചോദിക്കുന്നുണ്ട്, ബാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാമയല്ല ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രമതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല, നിന്റെ രവിയേട്ടനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രവിയേട്ടനെ ഓർക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളൊന്നുമില്ല. രവിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവിയേട്ടനോട് യാതൊരു വിഷയമില്ല, രവിയേട്ടൻ ആയിട്ടല്ല രേവതിയായിട്ടും അല്ല ശരത്തുമായിട്ടല്ല വിഷയം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് പിന്നെ അപ്പം നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോയെന്നാ ചോദിക്കുക. എനിക്ക് സ്നേഹം ഇല്ലായിരിക്കൊന്നുമില്ല, ഞാനും രവിയേട്ടനായിട്ട് യാതൊരു പ്രശ്നമില്ലല്ലോ. സച്ചേട്ടനെ രവിയേട്ടനെ അന്ന് സ്നേഹിക്കുന്നുണ്ട്, ഇന്ന് സ്നേഹിക്കുന്നുണ്ട്, അത് ഞാൻ പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, എന്ന് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഇനിയുള്ള വർഷങ്ങളും അങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ സ്നേഹം ഇല്ലാത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവനോടല്ലേ, നമ്മുടെ രേവതിയോടും സച്ചിയോടും അല്ലേ, അതുകൊണ്ട് നമ്മൾ കേസിന് പിൻവലിക്കത്തില്ല എന്ന് പറയുവാണ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയും പിൻവലിക്കത്തില്ല എന്നുള്ള രീതി ബാമയും ചോദിക്കുന്നുണ്ട്. അത് നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ രവീന്ദ്രൻ കയറി വന്നിട്ട് ചന്ദ്രമതി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് രവിയേട്ട വാ എന്ന് പറഞ്ഞ് വന്ന് ഇരിക്കുകയാണ്. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് രവിയേട്ട എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിന്നെ കൂട്ടാൻ വരേണ്ട കാര്യമില്ല, നീ തന്നെ ഇറങ്ങി വന്നില്ല, നീ അങ്ങോട്ട് കയറി വേണ്ട, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എന്നുള്ള രീതി പറയുകയാണ്. ഉടനെ തന്നെ പിന്നെന്തിനാ വന്നത്, അതായത് രേവതിയുടെ അനിയനെ ഇറക്കാൻ വേണ്ടിയുള്ള വക്കാലത്തോട്ട് വരണേ. ഉടനെ ചോദിക്കുന്നുണ്ട് നിനക്ക് ആ കേസൊന്ന് പിൻവലിച്ചാനല്ല, കാരണം ആ കേസിൻ്റെ അകത്ത് ആ ചെറുക്കനെ നിരപരാധിയല്ലേ, ആ ചെറുക്കനെ എങ്ങനെയും ഒന്ന് കേസിൽ പിൻവലിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിരപരാധി എന്നല്ല, ആ ചെറുക്കനോടൊന്ന് ക്ഷമിച്ചുകൂടെ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവള് പറയുന്നുണ്ട് നടക്കത്തില്ല, കാരണം എനിക്ക് ആ കുടുംബത്തെ തന്നെ ഇഷ്ടമല്ല, പിന്നെ അവൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ തെറ്റ് ചെയ്ത തെറ്റിന് എങ്ങനെ പോയാലും ഞാൻ ചെയ്തേ പറ്റൂ, ചെയ്യും, ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും, അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കും, അവനെ ഞാൻ ജയിലിൽ കയറ്റിയിരിക്കും എന്നൊക്കെ പറയും. ഉടനെ ശ്രുതിയും അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ശ്രുതിയും കടന്നു വന്നപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, പെട്ടെന്ന് ചാടിക്കയറി പറയണ അമ്മ കേസ് പിൻവലിക്കരുത്, കാരണം ഞാൻ അവനെ നമുക്ക് പോലീസിൽ പിടിപ്പിക്കണം, നമ്മുടെ കുടുംബത്തിൻ്റെ മാന്യതയാണ് ഇല്ലാതാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ മാറാൻ അങ്ങോട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളിവിട്ടിട്ടാണ് കണ്ട് പോകുന്നത്. ആ സീനാണ് അവിടെ കാണിക്കുന്നത്. അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് വക്കീൽ വിളിക്കുന്നത്, ചന്ദ്രമതി വിളിക്കുന്നതാണ്. ചന്ദ്രമതി അല്ലേ, എങ്ങനെയും ആ കേസ് ഒന്ന് പിൻവലിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് പിൻവലിക്കാൻ പറ്റത്തില്ല സാറേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പിൻവലിക്കുകയാണെങ്കിൽ തനിക്ക് എന്താ വേണ്ടേ എന്നുള്ള ഇത് ചോദിക്കും. അപ്പം നിങ്ങളുടെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയല്ലേ കേസിന്, അപ്പം അതിന് നിങ്ങൾക്ക് എത്ര നഷ്ടപരിഹാരം വേണ്ടേ എന്നുള്ള ഇത് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇത് കേൾക്കുന്നുണ്ട്. പൈസ എന്ന് പറയുമ്പോൾ ചാടി വീഴും അപ്പം അവർ പറയുവാണ് അമ്മേ അങ്ങനെയാണ് നമുക്കൊന്ന് കേസ് പിൻവലിക്കാം, നമുക്ക് കാശ് ഇത്ര ആവശ്യമുണ്ടല്ലോ, ഒരു 2 ലക്ഷം രൂപ നമുക്ക് ചോദിച്ചാലോ എന്ന് ചോദിക്കാം. അങ്ങനെ 2 ലക്ഷം രൂപ പറയുകയാണ്. 2 ലക്ഷം രൂപ അല്ല, 2 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറഞ്ഞ് വക്കീൽ അപ്പം തന്നെ രേവതിയും സച്ചിനും വിളിക്കുകയാണ്. അങ്ങനെ തന്നെ സച്ചിയും രേവതിയും നേരെ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്ന് സച്ചിയുടെ കയ്യിലുള്ള ക്യാഷും രേവതിയുടെ ഉള്ള ക്യാഷും സ്വർണ്ണവും എല്ലാം എടുക്കുന്നുണ്ട്. അതിന് തന്നെ പെട്ടെന്ന് തന്നെ രവീന്ദ്രനോടൊന്ന് പറയും, ഇന്ന പോലെ അച്ഛ
കേസിൽ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ക്യാഷ് കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പം രവീന്ദ്രനിലിരിക്കുന്ന ക്യാഷും കൂടെ കൊടുക്കുകയാണ്. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ ചെയ്ത ഉപകാരങ്ങൾക്ക് വളരെ നന്ദി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെയല്ലേ ഇറക്കിക്കൊണ്ട് പോകണം അവനെ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ നല്ല സെൻറ്റിമെൻ്റൽ സീനാണ് അവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അടുത്ത കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് അതായത് ശ്രുതിക്ക് മറ്റേ ആൻ്റണിയുടെയും ആൻ്റണിയുടെ കോൾ വരുവാണ്, എനിക്കൊന്ന് കാണണം എന്നുള്ള രീതിയിൽ പറയുവാണ്. അതുപോലെ നവീൻ ദാസും ഉണ്ട് ഈ ആൻ്റണിയുടെ കൂടെ. അപ്പം ശ്രുതിക്കുള്ള പണി അടുത്ത് വരുന്നുണ്ട്. ബാക്കിയുള്ളവരെ അതായത് മാന്യന്മാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം കൊടുത്ത പണിയെല്ലാം ചേർത്ത് തിരിച്ച് കിട്ടുന്നൊരവസ്ഥയാണ് ഇനിയിപ്പോൾ ശ്രുതിക്ക് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ നാളെ ഇത് കഴിയുമ്പോഴത്തേക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വിശേഷം. നാളെ കാത്തിരിക്കുന്നവരെ നിങ്ങളൊന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.